സത്യത്തിൽ ദില്ലി പോലീസിന് നന്ദി പറയണം SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, ഇടതുപക്ഷവും ദില്ലി പോലീസിന് നന്ദി പറയണം. എന്തുകൊണ്ട് എന്നല്ലേ, സമരം വിജയിച്ച തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം കേരളത്തിലിറങ്ങിയ രണ്ട് പ്രമുഖ പത്രങ്ങൾ, മലയാള മനോരമയും മാതൃഭൂമിയും, 2026 ജൂലൈ 26 മലയാള മനോരമയും മാതൃഭൂമിയും മറ്റു പത്രങ്ങളും സമാന രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത് വാർത്തയെ. ദില്ലി ജന്തർ മന്ദിറിൽ നടന്ന സമര വിജയത്തെക്കുറിച്ച് വലിയ വാർത്ത നൽകിയിരുന്നു, എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നു. പക്ഷേ അവിടെ എവിടെയും SFIയെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. SFI സമരത്തിൽ പങ്കെടുത്തിരുന്നു, ആദ്യ അവസാനം ഉണ്ടായിരുന്നു. SFI ആയിരുന്നു ഒരു ഘട്ടത്തിൽ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. സമരം ജൂൺ 20 ആരംഭിച്ചു, ആരും തിരിഞ്ഞു നോക്കിയില്ല, വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചാരണം നൽകിയില്ല. ആ ഘട്ടത്തിൽ സമരപ്പന്തലിൽ വിദ്യാർത്ഥികളെ എത്തിച്ച് സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത് SFI, AISF, ഐസ തുടങ്ങിയ സംഘടനകളായിരുന്നു. പിന്നീടാണ് സമരത്തിന് വലിയ പ്രചാരം കിട്ടിയത്, അത് സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം ആരംഭിച്ചതോടെ. അതുവരെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഏകദേശം ഒരു മാസക്കാലം SFIയും ഐസയും AISFും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ CJPയോട് ഒപ്പം ചേർന്നു. എന്നാൽ നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും 26 ഇറങ്ങിയ 25 വൈകുന്നേരമാണ് ദേവേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത്. 26 ഇറങ്ങിയ മാധ്യമങ്ങളിൽ, മലയാള പത്രങ്ങളിൽ SFIയെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, സമരത്തിൻ്റെ അവസാന നിമിഷം ആദ്യം തള്ളിപ്പറഞ്ഞ് അവസാനം വലിയ പ്രചാരം നേടിയപ്പോൾ, യുവജനങ്ങൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും തെരുവിലിറങ്ങാൻ തുടങ്ങിയപ്പോൾ മാത്രം സമരത്തിൻ്റെ മുന്നണിയിലേക്ക് വന്ന, അതും സമരപന്തൽ സന്ദർശിച്ചിട്ടില്ല, പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഉപരോധിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങിയ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കുറിച്ച് വലിയ വാർത്ത നൽകുകയും ചെയ്തിരുന്നു മലയാള മനോരമയും മാതൃഭൂമിയും. എന്നാൽ തൊട്ടടുത്ത ദിവസം 27-ാം തീയതി മാതൃഭൂമി പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ സെൻട്രൽ പേജിൽ വലിയ വാർത്ത സമരത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ പാറ്റ സമരത്തിൽ ശക്തിയായി ഇടതും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷ MPമാർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ഫോട്ടോ, കൂടെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയും ഉണ്ട്. വളരെ നന്നായി തന്നെ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ പത്രങ്ങളെത്ത് നോക്കൂ, കേരളത്തിലെ പത്രങ്ങൾ, മലയാള പത്രങ്ങൾ 29 എന്ന് വെച്ചാൽ 2026 ജൂലൈ 29 മലയാള മനോരമയുടെ 1-ാം പേജിൽ പക്ഷേ വാർത്ത നൽകിയില്ല മലയാള മനോരമ. എന്നാൽ 9-ാം പേജിൽ നല്ല വാർത്ത നൽകിയിട്ടുണ്ട്. AKG സെൻറ്ററിൽ പോലീസ് എത്തുന്നതും തടയുന്ന ജോൺ ബ്രിട്ടാസിൻ്റെയും ചിത്രം അടക്കം കൊടുത്ത് ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തടഞ്ഞ് CPM എന്ന വാർത്ത 9-ാം പേജിൽ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട്. SFI ഡൽഹി സംസ്ഥാന സെക്രട്ടറി ഐഷി ഘോഷിനെ AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമം. യൂണിഫോമിൽ അല്ലാതെ സ്വകാര്യ വാഹനത്തിൽ വന്ന ഡൽഹി പോലീസിനെ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തിരിച്ചയച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. ചെറിയ വാർത്തയാണ് എങ്കിലും 1-ാം പേജിൽ ഫോട്ടോ അടക്കം നൽകിയിട്ടുണ്ട്. ഐഷിയെ തേടി AKG ഭവനിൽ പോലീസ്. ഐഷിയെ തേടി AKG ഭവനിൽ പോലീസ് തടഞ്ഞ് നേതാക്കൾ. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനോട് തർക്കിക്കുന്ന ജോൺ ബ്രിട്ടാസ് MP. മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥയെയും കാണാം എന്ന് വാർത്ത നൽകിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്യാൻ വന്നത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്, സമരത്തിന് നേതൃത്വം കൊടുത്ത ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത് എന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇരു പത്രങ്ങളും. എന്നിരുന്നാലും 1-ാം പേജിൽ വാർത്ത നൽകേണ്ടി വന്നു. അതോടൊപ്പം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസിലെ അന്തിച്ചർച്ച നയിച്ചുകൊണ്ട് വിനു വി ജോൺ പറഞ്ഞത്, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ MA ബേബി ഇതാ സമരത്തിൻ്റെ നേട്ടം എടുത്തു പറഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. MA ബേബിയെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് വിളിച്ച വിനു വി ജോണുണ്ട്. ആ വിനു വി ജോണിൻ്റെ ഒക്കെ മുഖത്ത് ഏറ്റ അടിയാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ ദില്ലി പോലീസ്. എന്തിനാണ് 2021 കേസ് ഇപ്പോൾ പൊടി തട്ടിയെടുത്തത്? സമരം നയിച്ചത് SFI ആണ്, ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് എന്ന് RSSനറിയാം, സംഘപരിവാറിനറിയാം.
CJP ആണ് തുടങ്ങിയത് എങ്കിലും ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, സമരത്തിന് ആളും അർത്ഥവും നൽകി സമരത്തെ വിജയിപ്പിച്ചത് ഇടതു വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ MP-മാരുമാണ് എന്ന് ആദ്യാവസാനം ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഇടത് MP-മാർ എന്നത് നാം ഓർക്കണം. കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP എങ്കിലും ആ സമരപന്തലിലേക്ക് പോയിരുന്നോ? ഒന്ന് പോയി അഭിവാദ്യം ചെയ്യാമായിരുന്നല്ലോ. ദില്ലിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് സമരം നടക്കുന്ന സമയത്ത് ദില്ലിയിലേക്ക് പോയ സംസ്ഥാനത്തെ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സംസാരിച്ച് നിവേദനവും കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഒന്ന് ആ സമരപന്തലിൽ പോകാമായിരുന്നില്ലേ? പോയിരുന്നില്ല. എന്നാൽ ആദ്യാവസാനം ഇടത് MP-മാർ, ഇടതുപക്ഷ പാർട്ടികൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സമരരംഗത്തുണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ അതെല്ലാം തമസ്കരിച്ചു. പക്ഷേ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി CPIM ഓഫീസിൽ പോലീസ് എത്തിയപ്പോൾ എല്ലാവർക്കും വാർത്ത നൽകേണ്ടി വന്നു. എന്തിനു വന്നു എന്ന് പറയേണ്ടി വന്നു. എന്ന് വെച്ചാൽ SFIയുടെ സമരത്തിലെ പങ്കാളിത്തം വിളിച്ചു പറയേണ്ടി വന്നു എന്നത്. അതുകൊണ്ട് തന്നെ ദില്ലി പോലീസിന് നന്ദി പറയണം. എന്തായാലും SFI, ASF, ഐസ തുടങ്ങിയ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൽ ഇടപെട്ട രീതി, സമര പങ്കാളിത്തം എന്നിവയെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്നു. ഇന്ത്യ ചർച്ച ചെയ്യുന്നു. അതിനെല്ലാം കാരണം ദില്ലി പോലീസാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.